ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലാൽ ബ്രദേഴ്സ് മീലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിരുന്നു. ഓക്കെ, ഇത് വർക്കൗട്ട് ചെയ്ത് പോവുക. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ഇനി നോക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലേഷാലെ പ്രിൻസിപ്പിൾ വരെ പറഞ്ഞു നിർത്തിയിരുന്നു. ലേഷാലെ പ്രിൻസിപ്പിൾ എടുത്തിട്ടില്ല, നിങ്ങൾ പഠിക്കണം. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, ഷുവറായിട്ട് ചോദിക്കും. അത് കഴിഞ്ഞ് സ്ഥിരം എക്സാമിന് വരുന്ന കുറച്ച് ട്രിക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ഓക്കെ, ഏതൊക്കെ കൺസെപ്റ്റ് ഉണ്ട്? ലൂവിസ് കൺസെപ്റ്റ് ഉണ്ട്, അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഉണ്ട്, പിന്നെ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഉണ്ട്. ഈ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസിൽ വരുന്ന രണ്ട് ടോപ്പിക്കാണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. എന്താണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും കൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്, ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ എന്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഒരു ഇഷ്ടമുള്ള ആസിഡ് എടുക്കുക. ആസിഡ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ബേസ് അമോണിയ ആയിരിക്കും. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, അമോണിയ എടുത്തു. അമോണിയ ലൂവിസ് ബേസ് എന്ന് പറയും. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ടാ അമോണിയയിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവനെ വിളിക്കുന്ന പേരാണ് ലൂവിസ് ബേസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്കിൽ അമോണിയ ഈ സെന്റൻസ് എഴുതുക, സ്ട്രക്ചർ വരച്ചു കൊടുക്കുക കേട്ടോ. സ്ഥിരം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മനസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ടോപ്പിക് അതല്ല. ഓക്കെ, ഫൈൻ. HCl ഇത് അമോണിയം അല്ല, അമോണിയം ആണ്. NH4+ പറഞ്ഞുതരാം. HCl ആരാണ്ടാ? ആസിഡ് അല്ലേ. NH3 ആരാണ്? ബേസ്. ഇതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ ആസിഡും ബേസുമായി നമുക്കറിയാം. HCl എന്ന് പറയുമ്പോൾ ആരാണ്? ആക്ച്വലി H+ഉം Cl-. ഓക്കെ, ഈ HCl-ലെ H+ നേരെ ഈ അമോണിയക്ക് കൊടുത്തു, NH3ക്ക് കൊടുത്തു. HCl-ലെ H+ അമോണിയ വാങ്ങിച്ച് NH4+ ആയിട്ട് മാറും. NH4+. കാരണം അതാണ് NH3 ഒരു H+നെ വാങ്ങിച്ചാൽ എന്താ കൂടെ? NH3 ഒരു ഹൈഡ്രജനും കയറുമ്പം NH4, പിന്നെ ഈ ചാർജും കൂടെ വരുമ്പോൾ എന്താണ്? NH3 ഒരു ഹൈഡ്രജനെ വാങ്ങിച്ചു, അപ്പൊ NH4 ആയി. ഈ ചാർജും കൂടെ വരുമ്പോൾ NH4+. HCl-ലെ H പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആരാണ്? Cl-. മനസ്സിലായോ? അപ്പം HCl-ഉം NH3-യും ആസിഡും ബേസും മീൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ NH4+ അമോണിയം Cl- ക്ലോറൈഡ് അയോണുമായിട്ട് മാറും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ദിസ് NH4+ is called conjugate acid and this Cl- is called conjugate base. ആദ്യം ഞാൻ ഡെഫിനിഷൻ തരാം, പിന്നെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം പഠിക്കാനുള്ള. ഓക്കെ, വേറൊന്നുമില്ല. When an acid lost its proton, ആസിഡിന്റെ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ H+. എന്തുകൊണ്ടാ പ്രോട്ടോൺ H+ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയായിരിക്കും. അറിഞ്ഞൂടാങ്കിൽ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ് ഉള്ളത്. H+ എന്ന് പറയുമ്പോഴോ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അപ്പൊ ഇനി ഹൈഡ്രജൻ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല, 0 ഇലക്ട്രോൺ ആണ്. പിന്നെ ആര് മാത്രമുള്ള ഹൈഡ്രജനിൽ? ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ H+ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആരാണ്? 1 പ്രോട്ടോൺ എന്നാണ് മീനിങ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ H+ എന്ന് പറഞ്ഞാൽ 1 പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോണിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് ആരെന്ന് പറഞ്ഞാൽ H+. അവിടെ ഇരിക്കട്ടെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ, കോൺജുഗേറ്റ് ആസിഡും ബേസിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. When an acid lost its proton, ആസിഡ് പ്രോട്ടോണെ ലോസ് ചെയ്താൽ the remaining part is called conjugate base of acid. And when a base accept a proton, ഈ ബേസ് ഇവിടെയുള്ള H+നെ അക്സെപ്റ്റ് ചെയ്ത it forms conjugate acid. മനസ്സിലായോ? ഒരു ആസിഡ് പ്രോട്ടോനെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ H+നെ നഷ്ടപ്പെടുത്തിയ ആ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. ആസിഡ് നഷ്ടപ്പെടുന്ന ആ പ്രോട്ടോനെ ഒരു ബേസ് അക്സെപ്റ്റ് ചെയ്ത് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ടോപ്പിക്. മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ? ഇനി ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞത് എങ്ങനെ കണ്ടുപിടിക്കും നോക്കി. സംഗതി കോൺജുഗേറ്റ് ആസിഡ് എങ്ങനെ ഇടാം കേട്ടോ. കോൺജുഗേറ്റ് ആസിഡ്, ഇത് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ആസിഡ് ഇത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസ്, ആക്ച്വലി ബേസ് എന്നാണ് എഴുതേണ്ടത്, സബ്സ്റ്റൻസ് എന്തെങ്കിലും അതിന്റെ കൂടെ H+ ആഡ് ചെയ്യുക. ഒരാളിൽ ഒരു H+ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് കേട്ടോ. സബ്സ്റ്റൻസിനെക്കാളും ബെറ്റർ കോമ്പൗണ്ട് എന്ന് എഴുതുന്നതാണ് കേട്ടോ. കോമ്പൗണ്ട് എന്ന് എഴുതിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ മോളിക്കൂളെന്നോ അല്ലെങ്കിൽ ആസിഡ് എന്നോ ബേസ് എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതിക്കാം. ഓക്കെ, കോമ്പൗണ്ട് എന്ന് എഴുതിക്കാം.
ഞാൻ പറഞ്ഞിരുന്ന ഫോർമുലയാണേ. ഓക്കെ, കോമ്പൗണ്ടിൽ നിന്നും ഒരു H+നെ കളയുക, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഒരു H+നെ കളയുമ്പോൾ കിട്ടുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ്. H+ ആഡ് ചെയ്താൽ കിട്ടുന്ന, ഒരാളിൽ H+ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ്, ഒരാളിൽ നിന്ന് H+ കളഞ്ഞാൽ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. ഈ ഫോർമുല പഠിച്ചു വെക്കുക. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് ട്രിക്കി സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം അല്ല, ഫോർമുല. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്, അതിലെന്ത് ആഡ് ചെയ്യും, ഒരു H+ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ഒരു H+ കളഞ്ഞു കഴിഞ്ഞാലുള്ള റിമൈനിങ് പാർട്ടാണ് ആരെന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ. ഈ ഫോർമുല അങ്ങ് പഠിച്ചു വെക്കുക. ഇപ്പം ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങ് പറഞ്ഞിരുന്നു, അപ്പോൾ മനസ്സിലാവും. ഈ ഫോർമുല സൈഡിൽ കിടക്കട്ടെ, ഓരോ പ്രാവശ്യം പറഞ്ഞുതരാം. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ? സബ്സ്റ്റൻസ് പ്ലസ് H+. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? സബ്സ്റ്റൻസ് മൈനസ് H+. സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ത് വേണം എടുത്തോ, അവിടെ ഇരിക്കട്ടെ. മായ്ക്കാണേ. നിങ്ങൾക്ക് ഇത്രയും നേരം പഠിപ്പിച്ചത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ളതാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ആദ്യം ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി ഫോളോയിങ്. റൈറ്റ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് ഫോളോയിങ്. ഇനി ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഓക്കെ, റൈറ്റ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവന്മാരുടെ കോൺജുഗേറ്റ് ബേസ് എഴുതുക. തന്നിരിക്കുന്നത് ഇത്രയൊക്കെയാണ്: HF, അടുത്ത ഏതാണ് H2SO4, പിന്നെ HCO3-. ഓക്കെ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ്, ബൈകാർബണേറ്റ് അയോൺ, ഹൈഡ്രജൻ കാർബണേറ്റ് അയോൺ. ഓക്കെ, ക്ലിയർ. കോൺജുഗേറ്റ് ബേസ് ഏതാണ്? കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്. സബ്സ്റ്റൻസിൽ നിന്ന് ആരെ കളയുക? സബ്സ്റ്റൻസ് മൈനസ് H+. എന്താണ്? സബ്സ്റ്റൻസിൽ നിന്ന് ഒരു H+നെ കളയുക. എടാ, HF ഇതിൽ നിന്ന് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? പറ. HFന്റെ കോൺജുഗേറ്റ് ബേസ് പറ, ആരാണ്? HFന്റെ HF ന്ന് H+ കളഞ്ഞാൽ ബാക്കി ആരാണ്? F-. മൈനസ് മീൻസ് -1 അറിയാലോ. സിമിലർലി H2SO4 നിന്നും ഒരു H+ കള. H2SO4 നിന്ന് ഒരു H+ കളഞ്ഞാൽ ആരാണ്? HSO4-. അതെങ്ങനെയാണ് -1? എടാ, ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ ആ കോമ്പൗണ്ടിൽ ഒരു നെഗറ്റീവ് ചാർജ് വരണം. കാരണം ഒരു കോമ്പൗണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലേ. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രൽ മീൻസ് ഈ കോമ്പൗണ്ട് ന്യൂട്രൽ, പക്ഷേ ഈ കോമ്പൗണ്ട് ചാർജ്ഡാ. നിങ്ങൾ ഒരു H+ കളയുമ്പോൾ അതിൽ എക്സസ് നെഗറ്റീവ് വരും. നിങ്ങൾ നോക്കിയടാ, ഇവിടെ H+ പോയി, അപ്പൊ ഫ്ലോറിൽ ഒരു നെഗറ്റീവ് കയറി, -1 വന്നു. 1 എന്ന് വേണമെങ്കിൽ ഇട്ട് പഠിച്ചോ. അതേപോലെ H2SO4 ഒരു H+ പോയി, അപ്പം ബാക്കിയുള്ള കോമ്പൗണ്ടിൽ ഒരു നെഗറ്റീവ് ചാർജ് കയറ്റണം, എങ്കിലേ ബാലൻസ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു H+ കള. ഇവിടെ ഓൾറെഡി ഒരു -1 ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് H+ കളയുമ്പോൾ ഒരു മൈനസും കൂടെ വരും. അപ്പൊ ആരാണ്? CO3-2. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഈ കോമ്പൗണ്ടിൽ നിന്നും ഒരു H+നെ റിമൂവ് ചെയ്തു. അപ്പൊ ഹൈഡ്രജനും പോയി, അവൻ്റെ ഒരു പോസിറ്റീവ് ചാർജും പോയി. പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ അവിടെ ആര് എക്സസ് ആവൂടാ? നെഗറ്റീവ് ചാർജ് ഒന്ന് കൂടും, -2. മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പം കുറച്ച് ആൾക്കാർ തന്നിട്ട് കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞു. ഇനി കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, കോൺജുഗേറ്റ് ബേസിന് പകരം കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ഫോളോയിങ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. NH2, NH2-, NH3, ഇനി ആരാ? HCOO-. ഓക്കെ, ഇവിടെയൊക്കെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാം നമുക്ക്. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസ് പ്ലസ് H+. നമ്മളെ കയ്യിലുള്ള സബ്സ്റ്റൻസിൽ ആഡ് ചെയ്യുക. H+നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആരെന്ന് പറഞ്ഞാടാ? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? സംശയം ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യുക? ഇതിലൊരു H+ ആഡ്. നോക്കാം. ഇതിൽ H+ ആഡ്, NH2- ഒരു H+ ആഡ് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജ് എക്സസ് വരുവേ. അപ്പൊ ഇതാരാണ്? നെഗറ്റീവ് ആ പോസിറ്റീവ് ക്യാൻസൽ ആയി പോയി, NH3. ഇതിലൊരു H+ ആഡ് ചെയ്യുമ്പോഴോ NH4+. കാരണം ഇവിടെ എന്താണ്ടാ? ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഒരു H+നെ ആഡ് ചെയ്യണം. അപ്പൊ ആ പ്ലസും ഈ നെഗറ്റീവ് കൂടെ ക്യാൻസൽ ആയി പോയി, ഹൈഡ്രജൻ കയറി NH3 ആയിട്ട് മാറി. ഇവിടെ ആണെങ്കിലോ ഒരു ഹൈഡ്രജനും കൂടെ H+നെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? HCOO- ഒരു H+ ആഡ്.
ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കൂടെ അങ്ങ് പോകും, ക്യാൻസൽ ആയി പോയി. ബാക്കി H അവിടെ കയറുമ്പോൾ H2COO. ഓക്കെ, ഇത് നിങ്ങൾ വിളിക്കും, മനസ്സിലായോ? HCOO മൈനസിൽ ഒരു H പ്ലസും കൂടെ അറിയാതെ H2COO. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ശരി, ഇത് ആക്ച്വലി എഴുതുന്ന ഇങ്ങനെയല്ല, എഴുതുന്നത് ആരാണ്? HCOOH, ഫോമിക് ആസിഡ്. ഓക്കെ, HCOOH, H2 എന്ന് എഴുതണ്ട, HCOOH അങ്ങനെ എഴുതി പഠിച്ചത് കേട്ടോ. ഒരു H പ്ലസ് ആഡ് ചെയ്യുക, ആ പ്ലസ് നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയിപ്പോയി, HCOOH. മനസ്സിലായോ? ഇങ്ങനെയാണ് കോൺജുഗേറ്റ് ആസിഡ് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. സബ്സ്റ്റൻസിൽ H പ്ലസ് ആഡ് ചെയ്യുക. ഇത് മനസ്സിലായോ? NH2 മൈനസിൽ ഒരു H പ്ലസ് ആഡ് ചെയ്യുമ്പോൾ പ്ലസും നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോയി ഇതായി. NH3 H പ്ലസ് ആഡ് ചെയ്യുമ്പോൾ NH4 പ്ലസ്. ഇതൊക്കെയാണ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ഈ കോമ്പൗണ്ട്. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ, ഇനി തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ കോൺജുഗേറ്റ് ആസിഡും പറയണം, ബേസും പറഞ്ഞിരണം കേട്ടോ. കോൺജുഗേറ്റ് ആസിഡും പറഞ്ഞിരണം, കോൺജുഗേറ്റ് ബേസും നിങ്ങൾ പറഞ്ഞിരണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. H2O, HCO3 മൈനസ്, നേരത്തെയൊക്കെ വരും കേട്ടോ, നേരത്തെ റിപ്പീറ്റ് ചെയ്ത് വരാം, എന്നാലും കുഴപ്പമില്ല. HSO4 മൈനസ് NH3. ഇതിന്റെ ഏതൊക്കെ വേണം നമുക്ക്? കോൺജുഗേറ്റ് ബേസും വേണം, കോൺജുഗേറ്റ് ആസിഡും വേണം. കോൺജുഗേറ്റ് ബേസ് എഴുതരുക, കോൺജുഗേറ്റ് ആസിഡ് എഴുതരുക, കോൺജുഗേറ്റ് ബേസ് എഴുതരുക. എന്താ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു H പ്ലസ് ആഡ് ചെയ്ത് പറയുക. H2ന്റെ കൂടെ ഒരു H പ്ലസ് ആഡ് ചെയ്യും. അപ്പൊ ആരാണ്? H2ന്റെ കൂടെ ഒരു H പ്ലസ് കൊടുക്കും. H2ന്റെ കൂടെ H കൂടെ കൊടുക്കും, H3O പ്ലസ് വരുമ്പോൾ H3O പ്ലസ്. HCO3 മൈനസിൽ ഒരു H പ്ലസ് ആഡ് ചെയ്യും. H പ്ലസ് വരുമ്പോൾ ഒരു H കൂടെ H2, ആ പ്ലസും നെഗറ്റീവും കൂടെ ക്യാൻസൽ ആയിപ്പോയി H2CO3. HSO4 മൈനസിൽ ഒരു H പ്ലസ് ആഡ് ചെയ്യും. H പ്ലസ് ആഡ് ചെയ്യുമ്പോഴോ പ്ലസ് നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി, H ഇവിടെ കയറുമ്പോൾ H2SO4. NH3 ഒരു H പ്ലസ് ആഡ് ചെയ്യും, അപ്പൊ ആര് വരും? NH4 പ്ലസ്. മനസ്സിലായോ? ഇതാണ് ഇത്രയും കോമ്പൗണ്ട് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് എഴുതാം. എങ്ങനെ? അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു H പ്ലസ് സബ്സ്ട്രാക്ട്, H2O നിന്ന് ഒരു H പ്ലസ് കള, H2O നിന്ന് ഒരു H പ്ലസ് പോയാൽ ബാക്കി OH നെഗറ്റീവ്. ഞാൻ പറഞ്ഞു ഒരു പോസിറ്റീവ് കുറയുമ്പോൾ ഒരു നെഗറ്റീവ് എക്സസ് വരും. ഇവിടെ ഒരു പോസിറ്റീവ് കള, അപ്പൊ ആര് എക്സസ് വരും? നെഗറ്റീവ്. അപ്പൊ ആരാണ്? ഹൈഡ്രജൻ H പ്ലസ് പോയി, അപ്പം CO3 2 മൈനസ്. ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് കള, അപ്പൊ H പ്ലസ് പോകുമ്പോൾ ആര് എക്സസ് വരും? നെഗറ്റീവ് എക്സസ് വരും. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പൊ ഒരു നെഗറ്റീവ് കൂടെ വരുമ്പോൾ രണ്ട് നെഗറ്റീവ്. അപ്പൊ ആരാണ്? SO4 2 മൈനസ്. ഇവിടെ നിന്ന് ഒരു H പ്ലസ് കള, അപ്പൊ ഒരു H പ്ലസ് പോകുമ്പോൾ ആരാണ്? NH2. ഇവിടെ ഇപ്പൊ നിലവിൽ ചാർജ് ഒന്നുമില്ല, അപ്പോൾ ഒരു നെഗറ്റീവ് ഉള്ളൂ, NH2 മൈനസ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇത് എക്സാമിന് ചോദിക്കും. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്നിട്ട് അവന്റെ ആ കോൺജുഗേറ്റ് ആസിഡോ കോൺജുഗേറ്റ് ബേസോ ചോദിക്കും. ഈ രണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കും. ഓക്കെ, സംശയമുണ്ടോ? മനസ്സിലായോ? പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ നിന്നാലും കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാൻ അറിയാലോ. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ, പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സാൾട്ട് ഹൈഡ്രോളിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ സാൾട്ട് ഹൈഡ്രോളിസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഹൈഡ്രോളിസ് ഓഫ് സാൾട്ട് ഫോമിങ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് എന്ന് തന്നെ 3 കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിന്റെ സാൾട്ട് ഹൈഡ്രോളിസ് നിങ്ങൾ നോക്കാറില്ല, കാരണം കിട്ടുന്ന പ്രോഡക്റ്റ് ന്യൂട്രലാണ്. ഞാൻ ഇതിലോട്ടൊന്നും ഡീലായി കടക്കുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കോണം. എക്സാമിന് ചോദിക്കും കേട്ടോ. സാൾട്ട് ഹൈഡ്രോളിസ് ഒരു 4 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, നിങ്ങൾ പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന ഒരു സാൾട്ട് തന്നിട്ട് ഈ സാൾട്ട് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ ചോദിക്കും. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ആ ഒരു എന്തായാലും ഒരു സാൾട്ട് തന്നിട്ട് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ സ്ഥിരം ചോദിക്കുന്നതാണ്. അത് പഠിക്കണമെങ്കിൽ ഈ ടേബിൾ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. വളരെ കുറച്ച് സ്ട്രോങ് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും പേരുകളാണ്. HNO3 H2SO4 HCl സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് CH3COH, H2CO3 HCN, സ്ട്രോങ് ബേസ് NaOH, KOH, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. വളരെ കുറച്ച് തൽക്കാലം ഇത്രയും പഠിച്ചു വയ്ക്കാം. തൽക്കാലം ഇത്രയും സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും വീക്ക് ആസിഡും വീക്ക് ബേസും പഠിച്ചു വയ്ക്കാം. ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. സപ്പോസ്
നിങ്ങൾക്ക് HCl-ഉം NaOH കൂടെ റിയാക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആരെ കിട്ടും നോക്കിയടാ, ഇതിൽ ക്ലോറിനും എന്നെയും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടും NaCl-ഉം, ബാക്കി H-ഉം OH റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. സംശയമുണ്ടോ? സംശയമൊന്നുമില്ലോ. ഞാൻ തിരിച്ചെടുത്തോന്ന് വിചാരിച്ചേ, ഈ NaCl സാൾട്ട് ഹൈഡ്രോളിസിസ് അതിൽ വാട്ടർ ആഡ് ചെയ്തു. അപ്പൊ ഈ റിയാക്ഷൻ വെച്ച് തിരിച്ച് പറഞ്ഞിട്ടോടാ, H2O OH ആയിട്ട് റിയാക്ട് എന്ത് കിട്ടും? NaOH-ഉം Cl ഇതിലെ H ആയിട്ട് റിയാക്ട് എന്ത് കിട്ടും? HCl-ഉം കിട്ടും. ഈ റിയാക്ഷൻ എഴുതാൻ പഠിച്ചാലേ നമുക്ക് സാൾട്ട് ഹൈഡ്രോളിസിസ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ റിയാക്ഷൻ എഴുതാതെ ഞാൻ കൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പൊ NaCl എന്ന് പറയുന്ന ഒരു സാൾട്ട് തന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുള്ളൂ. എക്സാം പറഞ്ഞിട്ടാണ് NaCl എന്ന സാൾട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടത്. ഈ സാൾട്ടിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒന്നിൽ റിയാക്ഷൻ എഴുതാൻ പഠിച്ച സിമ്പിളാ. അല്ലെങ്കിൽ നോക്കിയത് എടാ ഇതിൽ Na തരുന്നത് ആരെന്ന് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, അപ്പൊ NaOH. ക്ലോറിൻ തരുന്നത് ആരായിരിക്കും? HCl. അപ്പൊ എന്താണ് NaCl ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് NaOH-ഉം HCl. NaOH ആരാണ്ടാ? സ്ട്രോങ് ബേസ് ആണ്. HCl ആരാണ്ടാ? അതും സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ ഇതിന്റെ നേച്ചർ എന്തായിരിക്കുംടാ? ന്യൂട്രൽ ആയിരിക്കും. എന്തായിരിക്കും? ന്യൂട്രൽ. അപ്പൊ NaCl എന്ന് പറഞ്ഞ സാൾട്ട് ആരാണ്? ഇസ് എ ന്യൂട്രൽ സാൾട്ട്. NaCl എന്ന് പറഞ്ഞ സാൾട്ട് ഏതാണ്? ന്യൂട്രൽ സാൾട്ട് ആണ്. മനസ്സിലായ? കാരണം അതൊരു സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാൾട്ടാണ് NaCl. അല്ലെങ്കിൽ NaCl എന്ന സാൾട്ടിൽ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തിയാൽ സാൾട്ട് ഹൈഡ്രോളിസിസ്, ഓക്കെ, അത് സ്ട്രോങ് ആസിഡിന്റെ സ്ട്രോങ് ബേസിന്റെ സാൾട്ട്. ആക്ച്വലി തിരിച്ചു പഠിച്ചാൽ കേട്ടോ, എന്താ NaOH-ഉം HCl-ഉം റിയാക്ട് ചെയ്യുമ്പോഴാണ് ആര് കിട്ടുന്നത്? NaCl കിട്ടുന്നത്. അപ്പൊ സ്ട്രോങ് ആസിഡിന്റെ സ്ട്രോങ് ബേസിന്റെ സാൾട്ടാണ് NaCl. സ്ട്രോങ് ആസിഡിന്റെ സ്ട്രോങ് ബേസിന്റെ സാൾട്ട് ആയതുകൊണ്ട് അതേതാണ്? ന്യൂട്രൽ ആണ്. വേറെ ഒന്ന് പറഞ്ഞുതരാം, ഒരു 5-6 പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട്. വേറെ ഒന്നും ഇവിടെ ഞാൻ വേറൊരു സാൾട്ട് ഞാൻ പറയാണ്, KCl. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി KCl കിട്ടണമെങ്കിൽ അത് ഏതൊക്കെ ആസിഡ് ഏതൊക്കെ ബേസോ? K വന്നു, K ആരാ? KOH. അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി. ഓക്കെ, KOH. Cl വരുന്ന ഏതാ? HCl. KOH ആരാ? സ്ട്രോങ് ബേസ്. HCl ആരാ? സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് ടോട്ടലി കിട്ടുന്ന സൊല്യൂഷൻ ഏത് നേച്ചറാ? ന്യൂട്രൽ ആയിരിക്കും. ഏതായിരിക്കും? ന്യൂട്രൽ. വിച്ച് മീൻസ് KCl എന്ന് പറഞ്ഞ സാൾട്ട് ഏതാണ്? ന്യൂട്രൽ സാൾട്ട്. KCl എന്ന് പറഞ്ഞ സാൾട്ട് ഏത് സാൾട്ട് ആണ്? ന്യൂട്രൽ സാൾട്ട് ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇതേപോലെ സിമിലർലി ഞാൻ കുറച്ച് സാൾട്ടുകൾ പറയാം കേട്ടോ. പ്രീവിയസ് ഇയർലി എക്സാമിന് ചോദിച്ച കുറച്ച് സാൾട്ടുകൾ ഞാൻ പറയാം. നിങ്ങളത് ഏതെന്ന് പറഞ്ഞു? CaSO4 കാൽസ്യം സൾഫേറ്റ്, CuSO4 കോപ്പർ സൾഫേറ്റ്, Na2SO4 സോഡിയം സൾഫേറ്റ്, പിന്നെ ആരാ? അമോണിയം ക്ലോറൈഡ് NH4Cl. ഇത്രയും സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറഞ്ഞു തരണം. ചുമ്മാ കാൽസ്യം സൾഫേറ്റ് ഏതൊക്കെ ആസിഡും ഏതൊക്കെ ബേസും ചേരുമ്പോൾ കാൽസ്യം സൾഫേറ്റ് കിട്ടുന്നു പറ. കാൽസ്യം വരണം. കാൽസ്യം ആരാണ്ടാ? കാൽസ്യം ഹൈഡ്രോ. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡും സൾഫേറ്റ് വരണമെങ്കിൽ ആരാണ്ടാ? H2SO4. ഈ ടേബിൾ സൈഡിൽ വരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആരാണ്ടാ? സ്ട്രോങ് ബേസ്. സൾഫ്യൂരിക് ആസിഡ് ആരാണ്ടാ? സ്ട്രോങ് ആസിഡ്. അപ്പൊ സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് കൂടെ ആകുമ്പോൾ കിട്ടുന്ന സൊല്യൂഷന്റെ നേച്ചർ ആയിരിക്കും എന്താണത്? ന്യൂട്രൽ. ആരാ? ന്യൂട്രൽ അല്ലെങ്കിൽ നോർമൽ സാൾട്ട് എന്ന് പറയാം കേട്ടോ. ന്യൂട്രൽ സാൾട്ട് അല്ലെങ്കിൽ നോർമൽ സാൾട്ട് എന്ന് പറയാം. ന്യൂട്രൽ സാൾട്ട് അല്ലെങ്കിൽ എന്ന് പറയാം, നോർമൽ സാൾട്ട് എന്ന് പറയും. മനസ്സിലായോ? നെക്സ്റ്റ് കോപ്പർ സൾഫേറ്റ്. നിങ്ങൾ പറ കോപ്പർ സൾഫേറ്റ്. അപ്പൊ അതിന്റെ ബേസ് ആരാ? കോപ്പർ ഹൈഡ്രോക്സൈഡ്. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. കോപ്പർ ഹൈഡ്രോക്സൈഡ് ആരാണ്? വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആരാണ്? സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. അപ്പൊ അതിൽ ആരാ കൂടുതൽ? ആരാ? സ്ട്രോങ് ആസിഡ് അല്ലേ മോർ പവർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സൊല്യൂഷൻ നേച്ചർ ഏതാണ്? ആസിഡിക് നേച്ചർ. അപ്പൊ ഈ സാൾട്ട് ഏതാണ്? ആസിഡിക്. അപ്പം കോപ്പർ സൾഫേറ്റ് എന്നുള്ള സാൾട്ട് ഏത് നേച്ചർ ഉള്ള സാൾട്ട് ആണ്? ആസിഡിക് നേച്ചർ ഉള്ള സാൾട്ട് ആണ്. മനസ്സിലായോ? ഇനി നോക്കാം സോഡിയം സൾഫേറ്റ്. സോഡിയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തി ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തി സൾഫ്യൂരിക് ആസിഡ്. അഗെയിൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഏത് ബേസ് ആണ്?
സ്ട്രോങ് ബേസ്. സൾഫ്യൂരിക് ആസിഡ് ഏത് ആസിഡ് ആണ്? സ്ട്രോങ് ആസിഡ്. അപ്പൊ എഗെയിൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ നേച്ചർ ഏതാ? ന്യൂട്രൽ. മനസ്സിലായോ? അടുത്ത രണ്ടെണ്ണം എഴുതിയിട്ടോ. കുറെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് സ്പീഡിൽ നിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് വന്നാണ് NH4Cl. നിങ്ങൾ പറഞ്ഞിരണേ, NH4Cl. NH4Cl, NH4 എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഓടിയെത്തണം NH4OH പാർട്ടാണ്. NH4OH. ക്ലോറിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓടിയെത്തി HCl. NH4OH ആരാണ്? വീക്ക് ബേസ് ആണ്. HCl ആരാണ്? സ്ട്രോങ് ആസിഡ് ആണ്. ബേസ് വീക്ക്, ആസിഡ് സ്ട്രോങ്. അപ്പൊ ഈ സാൾട്ടിന്റെ നേച്ചർ ഏതാണ്ടാ? അസിഡിക് നേച്ചർ. അപ്പൊ അത് ഏത് സാൾട്ട് ആണ്? അസിഡിക് സാൾട്ട്. അപ്പൊ NH4Cl ഏത് സാൾട്ട് ആണ്? അസിഡിക് സാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, CH3COONE. CH3COONE. CH3COO എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട ആരാണ്? CH3COOH. ഓക്കെ. Na എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആര് ഓടിയെത്തും? NaOH. ഇത് വീക്ക് ആസിഡ്, ഇത് സ്ട്രോങ് ബേസ്. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. അപ്പൊ ഈ സൊല്യൂഷൻ നേച്ചർ ഏതാണ്? ബേസിക് സാൾട്ട് അല്ലെങ്കിൽ ആൽക്കലൈൻ. ബേസിക് എന്ന് പറഞ്ഞാൽ മതി. ബേസിക് സാൾട്ട്. അപ്പം CH3CONA, സോഡിയം അസറ്റേറ്റ് എന്നുള്ള സാൾട്ട് ഏത് സാൾട്ട് ആണ്? ബേസിക് സാൾട്ട്. ഏത് സാൾട്ട് ആണ്? ബേസിക് സാൾട്ട്. മനസ്സിലായോ? അനദർ എക്സാമ്പിൾ, NaCN. Na എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തേണ്ട ആരാണ്? NaOH. Cn എന്ന് പറയുമ്പോൾ ആരാണ്ടാ? HCN. മനസ്സിലായോ? NaOH ആരാണ്? സ്ട്രോങ് ബേസ് അല്ലേ? HCN ആരാണ്? വീക്ക് ആസിഡ് അല്ലേ? അപ്പൊ ഈ സൊല്യൂഷൻ നേച്ചർ നിങ്ങൾ പറയാം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. അപ്പൊ അതിന്റെ നേച്ചർ ഏതാണ്? ബേസിക്. ഏതാണ്? ബേസിക്. അപ്പൊ HCN NaCN എന്ന സാൾട്ട് ആരാണ്? ബേസിക് സാൾട്ട് ആണ്. ക്ലിയർ ആയോ? എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു 4-5 സാൾട്ട് വന്നിട്ട് ഇത് അസിഡിക് സാൾട്ട് ആണോ, ബേസിക് സാൾട്ട് ആണോ, ന്യൂട്രൽ ആണോ എന്ന് പറയാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ടേബിൾ അങ്ങ് സൈഡിൽ എഴുതുക. പെട്ടെന്ന് ഈ സാൾട്ട് ഏതൊക്കെ ആസിഡ് ബേസും ചേർന്നാൽ കിട്ടുമെന്ന് ടക്കനെ നോക്കുക. ഒന്നുമില്ല, ഈ ടേബിൾ കാണാൻ പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ്. കാണാൻ പഠിക്കാനൊന്നുമില്ല, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു മനസ്സിലാക്കി ഒരു ഐഡിയ നിങ്ങൾക്ക് കാണും. സ്ട്രോങ് വീക്ക് എന്നൊക്കെ ഓൾറെഡി നമുക്ക് കുറെ അറിയായിരിക്കും. അവരുടെ അകത്തും കൂടെ പഠിച്ചു വെക്കുക. ഇത്രയും ഇതിന്റെ അകത്ത് നിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ. മനസ്സിലായോ? അത് നോക്കി വെച്ച് നിങ്ങൾ പറയാം NaCN എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും HCN ചേർന്നാണ് കിട്ടുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ആണ്, HCN വീക്ക് ആണ്. സ്ട്രോങ് മീൻസ് ഏതാ? സ്ട്രോങ് ബേസ് ആണ്, വീക്ക് ആസിഡ് ആണ്. അപ്പൊ സൊല്യൂഷൻ നേച്ചർ, സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ അല്ലെ, സാൾട്ടിന്റെ നേച്ചർ ഏതായിരിക്കും? ബേസിക് സാൾട്ട്. ഒരു എക്സാം കൂടെ പറഞ്ഞു നിർത്തിയാണ്. നിങ്ങൾ മനസ്സിലായോ നോക്കട്ടെ. ഞാൻ പറയാണ് Na2CO3 ഏത് സാൾട്ടാ? പറ. എടാ Na എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും എത്തി NaOH. CO3 എന്ന് പറഞ്ഞാൽ വീണ്ടും എത്തി ആരാണ്? H2CO3. NaOH ആരാ? സ്ട്രോങ് ബേസ്. H2CO3 ആരാ? വീക്ക് ആസിഡ്. അപ്പം Na2CO3 എന്ന് പറഞ്ഞാൽ ഏത് നേച്ചറാണ്? ബേസിക് സാൾട്ട്. ഏത് സാൾട്ടാണ്? ബേസിക് സാൾട്ട്. മനസ്സിലായോ? സംശയമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യും? സ്ഥിരം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് വേണോ ചോദിക്കാം. നൈട്രിക്കിന്റെയും കൂടെ ഒരു ക്വസ്റ്റ്യൻ തരാം, അതും ചോദിക്കാം. കാൽസ്യം നൈട്രേറ്റ് എടുക്കാം. ഓക്കെ അല്ലേ? കോപ്പർ നൈട്രേറ്റ് എടുക്കാം. CuNO3 ടോയ്സ്. കോപ്പർ നൈട്രേറ്റ്. കോപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ ലോഡ് എത്തും ആരാണ്? കോപ്പർ ഹൈഡ്രോക്സൈഡ്. NO3 എന്ന് പറയുമ്പോൾ ആരെത്തോടാ? HNO3. ഇതാരാണ്? വീക്ക് ബേസ്. HNO3 ആരാണ്? സ്ട്രോങ് ആസിഡ്. അപ്പം വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. അപ്പൊ നേച്ചർ ഏതാ? അസിഡിക്. അപ്പൊ കോപ്പർ നൈട്രേറ്റ് ഏത് സാൾട്ട് ആണ്? അസിഡിക് സാൾട്ട് ആണ്. മനസ്സിലായോ? ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടെ, MgCl2. Mg എന്ന് പറയുമ്പോൾ നിങ്ങളെ ലോഡ് എത്തുന്ന ആരാ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. Cl എന്ന് പറയുമ്പോൾ ആരെത്തും? HCl. ഇതാരാ? വീക്ക് ബേസ്. HCl ആരാ? സ്ട്രോങ് ആസിഡ്. അപ്പൊ നേച്ചർ പറ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. നേച്ചർ പറ ആരാണ്? അസിഡിക് സാൾട്ട്. എന്താണ്? അപ്പൊ MgCl2 എന്ന് പറയുന്ന സാൾട്ട് ഏത് നേച്ചറാണ്? അസിഡിക് നേച്ചർ. മനസ്സിലായോ? ഇങ്ങനെയാണ് സാൾട്ട് ഹൈഡ്രോളിസിസ് വെച്ച് അസിഡിക് ആണോ ഒരു സാൾട്ട് തന്നിട്ട് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോൾ എഴുതിയിട്ട് എത്രയും സാൾട്ടേ ഉള്ളൂ. ആക്ച്വലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഞാനിപ്പോൾ എഴുതിയിട്ട് എല്ലാം പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്.
മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഒരു സാൾട്ട് തന്നിട്ട് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേപോലെ എഴുതി കൊടുക്കണം. ഇത് എഴുതി കൊടുക്കാൻ വേണ്ടി ഈ ടേബിൾ പഠിക്കുക. ടേബിൾ വെച്ചാണ് ഇപ്പോൾ MgCl2 Mg വരുന്ന ടേബിൾ നോക്കിയപ്പോൾ MgOH ടോയ്സ്, Cl2 Cl വരുന്ന ടേബിൾ നോക്കിയപ്പം HCl. അത് വെച്ച് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് ഏതാണോ സ്ട്രോങ്, രണ്ടും വീക്ക് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. രണ്ടും വീക്ക് ആണെങ്കിൽ തന്നിക്കുന്ന വീക്ക് ഏതാണോ കുറച്ചും കൂടെ പവർ കൂടി അത് വെച്ച് pH ഒക്കെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, അത് വേണ്ട. രണ്ട് സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ, ആസിഡ് സ്ട്രോങ് ബേസ് വീക്ക് ആണെങ്കിൽ ആസിഡിക് നേച്ചർ, ബേസ് സ്ട്രോങ് ആസിഡ് വീക്ക് ആണെങ്കിൽ ബേസിക് നേച്ചർ, രണ്ട് സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ. ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? ഇത് പഠിക്കുക, എക്സാമിന് ചോദിക്കും. ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. ഡെഫിനിഷനും കാര്യങ്ങളും പഠിക്കുക, കോമൺ ആയ എഫക്റ്റ് പഠിച്ചു വയ്ക്കുക, ബഫർ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഞാനിവിടെ സോലിബിലിറ്റി പ്രോഡക്റ്റിന്റെ പ്രോബ്ലം ഒരു സ്ഥിരം ചോദിക്കുന്നതാണ്. എങ്ങനെ എന്നെ ഷോർട്ട് കട്ട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് റിയാക്ഷൻ ഒന്നും എഴുതാം, വളരെ പെട്ടെന്ന് അത് എങ്ങനെ എഴുതാം എന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, സോ അത് നിങ്ങൾ പഠിക്കേണ്ടത് KSP, ഇതാണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. SN ഇത് സോലിബിലിറ്റി പ്രോഡക്റ്റ്, സോലിബിലിറ്റി പ്രോഡക്റ്റ്. ഇത് സോലിബിലിറ്റി കേട്ടോ, ഇത് സോലിബിലിറ്റി. അപ്പൊ S എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി, KSP എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി പ്രോഡക്റ്റ്. ഇവ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. റിലേഷൻ എങ്ങനെ മനസ്സിലാക്കാന്ന് അതിന്റെ AB ഒക്കെ ഇട്ട് പറഞ്ഞുതരാം, പിന്നെ റിയാക്ഷൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവും, 100% മനസ്സിലാവും. ശ്രദ്ധിച്ചോ, ഒരു AB എന്ന് പറയുന്ന ടൈപ്പ് കോമ്പൗണ്ട്, അല്ല KSPയും S തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞുതരാം. KSP = ഇവിടെ A അല്ലേ, Aക്ക് പോലെ ഒരു S കൊടുക്കാം, ഒരു B അല്ലേ, Bക്ക് പോലെ ഒരു S കൊടുക്കാം, S × S S². ക്ലിയർ? ഞാൻ അത് AB2 ടൈപ്പ് എടുത്തു. അപ്പൊ KSP = Aക്ക് വരെ S കൊടുക്കുക. ഇവിടെ B 2 ഇല്ലേടാ, അതുകൊണ്ട് 2S കൊടുക്കുക, അവന്റെ സ്ക്വയറും അങ്ങ് കൊടുക്കുക. 2 ആയതുകൊണ്ട് എന്ത് കൊടുക്കുക, സോൾവിറ്റ് എത്ര കൊടുക്കുക, 2S കൊടുക്കുക, സ്ക്വയറും കൊടുക്കുക. അപ്പൊ എന്ത് വരും, S × 2² 4S². അപ്പൊ എന്തായിട്ട് മാറൂടാ, SS S³ 4S³ ആയിട്ട് മാറും. നോക്കിയടാ, അടുത്ത AB3 നിങ്ങൾക്ക് മനസ്സിലായി. KSP എന്ന് പറഞ്ഞാൽ ആരാണ്ടാ, S × ആരാ, B3 ഇല്ലേടാ, അപ്പം 3S കൊടുക്ക, റൈസ് ടു ആരെന്നെ കൊടുക്ക, 3 തന്നെ കൊടുക്ക. അപ്പൊ ആരടാ, 3³ 27, S⁻3യും. അപ്പൊ എന്താണ്, S × 27 S⁻3, that is 27 S⁻4. മനസ്സിലായോ? ഇനി വീണ്ടും ബാക്കി AB4 വന്നാലോ, KSP പറ. മനസ്സിലായി? A എന്ന് പറഞ്ഞ S × B4 അല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, 4S⁻4, 4S⁴ 64 അല്ലേ, 4 സോറി 4S⁴ എത്രയാ, 4 16 64 256 അല്ലേ, 250. അപ്പൊ 256 S⁻5. സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ പറയണ KSP എന്ന് പറഞ്ഞ ഇത് A to B3, A to B3. അപ്പൊ നിങ്ങൾ KSP പറ. KSP = A2 എന്ത് കൊടുക്ക, 2S² × B3 എന്ത് കൊടുക്ക, 3S³ 2² × 3S³. അപ്പൊ എന്തായിട്ട് മാറും പറ, 2² 4S² × 3³ 27 S⁻3. മനസ്സിലായി? ഇനി ഇവിടെ മൾട്ടിപ്ലൈ എന്ത് കിട്ടോളാം, 80 108 S⁻5. ഇങ്ങനെയാണ് സിമ്പിൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? പിടി കിട്ടിയോ? എഴുതാൻ മനസ്സിലായോ? ഇതാണ് KSPയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ ഇത് Aയും Bയും വെച്ച് ഇനി ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം KSPയുടെ റിലേഷൻഷിപ്പ് പഠിപ്പിച്ച് KSP എന്ന് പറയുമ്പോൾ സോലിബിലിറ്റി പ്രോഡക്റ്റും സോലിബിലിറ്റി നമ്മളെ റിലേഷൻഷിപ്പ് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ പ്രോബ്ലത്തിലോട്ട് പോകും. ഇത് പഠിച്ച പ്രോബ്ലം എന്ന് പറഞ്ഞ സാധനം നിസ്സാരം. ഓക്കെ, ഞാൻ പറയാണ് MgOH ടോയ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ KSPയും S തമ്മിലുള്ള സൊല്യൂഷൻ, KSP സോലിബിലിറ്റി പ്രോഡക്റ്റും സോലിബിലിറ്റി നമ്മളുടെ റിലേഷൻഷിപ്പും പറഞ്ഞു. Mg ഒരാളല്ലേ ഉള്ളൂ, ഒറ്റ കോമ്പൗണ്ട്. യെസ്, OH എന്ന് ഒറ്റ കോമ്പൗണ്ട് ആണ് കേട്ടോ, ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്. എത്ര ആൾക്കാർ, 2. അപ്പൊ എന്ത് ചെയ്യും, 2S². ഇത് ആക്ച്വലി വരുന്ന അറിയാമോ, ഇങ്ങനെയാ, Mg2++ OH- എത്ര OH ഉണ്ട്, 2. ഇങ്ങനെ റിയാക്ഷൻ എഴുതിയിട്ട് ആണ് ഇത് എഴുതേണ്ടത്. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ എഴുതാറുണ്ടാത്ത പിള്ളേർക്കാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷോർട്ട് കട്ട്. Mg ഒരാൾ ×
OH എത്ര ആൾക്കാരുണ്ട് 2s². അപ്പൊ എന്തൊരുടാ 2⁻², 4 s²ഉം എസും ക്യൂബ് 4s³ ഒറ്റയടി ചെയ്ത് തരുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി ഏതാ കോമ്പൗണ്ട് FeOH ട്രൈസ്. എന്താ പറ അല്ലെ? അലുമിനിയം ഹൈഡ്രോക്സ് ആണ് ചോദിച്ചിട്ടുണ്ട്. അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അലുമിനിയം എത്രയാ? KSPSഉം പറ. അലുമിനിയം ഒരാൾ, അപ്പൊ S × OH ഇവിടെ എത്ര ആൾക്കാരുണ്ടാ? 3 ആൾ. അപ്പൊ നിങ്ങൾ എന്തിടും? 3s⁻3. ബാക്കി 3³ 27s⁻4. മനസ്സിലായോ? ഇനി ഇതേപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഇനി ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? MgSO4 ഇങ്ങനെ തന്നാലോ? KSP തെറ്റിപ്പോയിരിക്കാൻ കൺസെപ്റ്റ് പറയണേ. Mg ഒരാൾ ഇൻറ്റു, ഇനി തെറ്റിച്ച് S ഒരാൾ ഓഫ് ഒരാൾ എടുക്കൽ. ഇത് ഒറ്റ കോമ്പൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഒരാളേ ഉള്ളൂ. അപ്പൊ ആരാ? S². മനസ്സിലായി? SO4 എന്ന് പറഞ്ഞാൽ ഒറ്റ കോമ്പൗണ്ടാ. അപ്പൊ അത് ഒരാളേ ഉള്ളൂ. അപ്പൊ S × S S². അപ്പൊ KSPയും S തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രോബ്ലത്തിലോട്ട് കയറാണ് കേട്ടോ. മനസ്സിലായോ? സോളിബിലിറ്റി പ്രോഡക്റ്റും സോളിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ രണ്ടും എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പ്രോബ്ലത്തിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ സോളിബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോളിബിലിറ്റി. ഓക്കെ, നമുക്കിനി സ്ഥിരം പ്രീവിയസ് ഇയറിലെ സോളിബിലിറ്റി പ്രോബ്ലം ചോദിക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ പോയി. ഓക്കെ, ദ സോളിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിടാം, കേട്ട് എഴുതിയെടുത്തോ കേട്ടോ നിങ്ങൾ. ദ സോളിബിലിറ്റി ഓഫ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ സോളിബിലിറ്റി ഓഫ് MgOH ടോയ്സ് ഈസ്. സോളിബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? MgOH ടോയ്സ് ഈസ് 1.5 × 10⁻⁻4. കാൽക്കുലേറ്റ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോളിബിലിറ്റി തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. അപ്പം സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ എസ് എത്ര തന്നിട്ടുണ്ട്? 1.5 × 10⁻⁴ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോളിബിലിറ്റി പ്രോഡക്റ്റ് KSP ആണ് കണ്ടുപിടിക്കേണ്ടത്. KSP കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ആരാണ്ടാ? MgOH ടോയ്സ്. അപ്പൊ ആദ്യം നിങ്ങൾ KSPയും സോളിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ എഴുതുക. നേരത്തെ പഠിപ്പിച്ചു. Mgക്ക് പകരം ആര് കൊടുക്കുക? ഒരു S കൊടുക്കുക ഇൻറ്റു OHന്റെ പകരം OH ഒറ്റ ഗ്രൂപ്പ്. OH എത്ര ആൾക്കോ? 2. അപ്പൊ എന്ത് കൊടുക്കുക? 2s the whole square. അപ്പൊ ഇവിടെ എന്തായാലും മാറണം? S × 2² എത്ര? 4 S² 4 S². S²ഉം എസും കൂടെ S³ അല്ലേ? x⁻m × x⁻n x⁻m + 10 ഒക്കെ നിങ്ങൾക്ക് അറിയാം. 4s³. അപ്പൊ KSP എന്തെന്ന് കിട്ടി റിലേഷൻ? KSP = 4s³ which means KSP = 4 × S ന്റെ ക്യൂബ്. S എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാരാ? 1.5 × 10⁻⁴. ഇവന്റെ എന്തെടുക്ക? ക്യൂബ് എടുക്കുക. KSP ആണ് ആരെന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി പ്രോഡക്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ ചെയ്ത് വെച്ചപ്പോൾ കിട്ടിയ ആൻസർ 1.35 × 10⁻11 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചിലപ്പോൾ ഞാൻ അത് കാൽക്കുലേറ്റ് അടിച്ചപ്പോൾ കിട്ടിയതാണേ. നിങ്ങൾ വേണം ചെക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഫൈൻ, സിമ്പിൾ അല്ലേ? സിമ്പിളാ. ഈ സോളിബിലിറ്റി പ്രോഡക്റ്റ് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾ കറക്റ്റാ പഠിച്ചാൽ വളരെ സിമ്പിളാ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടോ. സിമ്പിൾ അല്ലേ? അപ്പൊ KSP എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി പ്രോഡക്റ്റ്, S എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് സോളിബിലിറ്റി പ്രോഡക്റ്റ് ഇത്രയാണ് കിട്ടി. സോളിബിലിറ്റി പ്രോഡക്റ്റ് ഇത്രയെന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടോ. നിങ്ങൾ ആൻസർ കറക്റ്റാ നോക്കുക കേട്ടോ. ഇവിടെ കിട്ടിയ ആൻസർ ഓക്കെ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ ഇതൊന്ന് അടിച്ച് നോക്കുക കേട്ടോ. ഇത് തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാണേ. അടുത്ത് ബേരിയം സൾഫേറ്റിന്റെ സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് തന്നിട്ടുണ്ട്. സോളിബിലിറ്റി പ്രോഡക്റ്റ് ആണ്, നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് 1.2 × 10⁻⁻10. കാൽക്കുലേറ്റ് സോളിബിലിറ്റി.
ഇത് 2016 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സോളിബിലിറ്റി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആരാ തന്നിട്ടുള്ള KSP ആണ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. അതിന്റെ എത്രയാ 1.2 × 10⁻⁻10. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാ? യെസ്, നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, നമ്മുടെ കോമ്പൗണ്ട് ആരാണ്ടാ? ബേരിയം സൾഫേറ്റ്. അപ്പൊ KSPS നമ്മൾ റിലേഷൻ പറ. KSP = ബേരിയത്തിന് പകരം S എന്നോർത്ത് ഇൻറ്റു ഞാൻ പഠിപ്പിച്ചു. SO4 എന്ന് പറഞ്ഞാൽ ഒറ്റ കോമ്പൗണ്ട്, ഒരാളെ ഉള്ളൂ. യെസ്, ഒന്നിൽ കൂടുതൽ ആളുണ്ട് ഇങ്ങനെ കൊടുക്കും. 2 3 കൊടുത്തിരിക്കും കേട്ടോ. ഇത് ഒറ്റ കോമ്പൗണ്ട് കേട്ടോ. നിങ്ങൾ ചാടി കയറി എസിന് 1 കൊടുത്ത് ഈ O4 4 എന്ന് വിചാരിച്ച് കൊടുത്തു കളയല്ലേ. SO4 എന്ന് പറഞ്ഞാൽ ഒറ്റ കോമ്പൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ബേരിയം സൾഫേറ്റ്. അപ്പൊ എസിന്റെ എസ് ആരാണ്? S². അപ്പൊ KSP = ആരാ? S². നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട S അല്ലേ? അപ്പം തിരിച്ച് S² = KSP. അവിടെ നിന്ന് S എന്ന് പറഞ്ഞ ആരാ? √KSP. ഇനിയെല്ലാം മാത്തമെറ്റിക്സ് ആണ്, ബാക്കി നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഇസ് S = KSPയുടെ വാല്യൂ എത്ര? 1.2 × 10⁻⁻10. നിങ്ങൾക്ക് അങ്ങനെ KSP കണ്ടുപിടിച്ച് നിങ്ങൾ ആൻസർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 0.019 എന്ന് കിട്ടും കേട്ടോ. 0.019 നിങ്ങൾ ചെയ്ത് നോക്കട്ടെ കാൽക്കുലേറ്ററിൽ. 0.019. സോളിബിലിറ്റി ആണ് യൂണിറ്റ്. മൊളാരിറ്റി യൂണിറ്റ് M ആണോ കൊടുക്കാതിരിക്കണം ഇഷ്ടം. യൂണിറ്റ് M, മൊളാരിറ്റി മോളാർ M എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ സോളിബിലിറ്റി എത്ര കിട്ടി? 0.19. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ സോളിബിലിറ്റി തന്നിട്ട് സോളിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഈ ക്വസ്റ്റ്യനോ സോളിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ട് സോളിബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഒരു പ്രോബ്ലം കൂടെ എടുത്തുതരാം. അത് കുറച്ച് ടഫായിട്ട് വരുന്ന പ്രോബ്ലം ഒരെണ്ണം കൂടെ തരാം കേട്ടോ. ഓക്കെ, കുറച്ച് സ്പീഡിൽ എടുക്കുകയാണ്, കാരണം കുറേ ടോപ്പിക് കവർ ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ്. സ്പീഡ് കൂടിപ്പോയെങ്കിൽ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത് ബാക്കിലോട്ട് നോക്കിയാൽ മതി കേട്ടോ. ശരി, ഇനി അടുത്തും ഒരു പ്രീവിയസ് ഇയർ ചോദിച്ചു തന്നെയാണ് അടുത്തത്. ഏറ്റവും വലിയ വർഷം ചോദിച്ചുള്ള സോളിബിലിറ്റി പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിൽ നിന്ന് എല്ലാ വർഷവും സോളിബിലിറ്റി പ്രോഡക്റ്റ് നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് നല്ല ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ചെയ്തു തരാം. നേരത്തെ പോലെ ഞാൻ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ KSP എന്ന് പറയുന്നത് കേട്ടോ. ദി KSP ഓഫ് AlOH ട്രൈസ് ഈസ് 1 × 10⁻⁻36. കാൽക്കുലേറ്റ് സോലുബിലിറ്റി. ക്വസ്റ്റ്യനിൽ KSP എന്നല്ല, സോലിബിലിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് എഴുതാൻ പഠിച്ചാണ് കേട്ടോ. അപ്പൊ സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്, സോലിബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ KSP ക്വസ്റ്റ്യനിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 എന്ന് പറഞ്ഞാൽ സിംപിളി 10⁻⁻36 തന്നെയാണ്. ചുമ്മാ കിട്ടെ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരാണ്ടാ? സോലിബിലിറ്റി. നമ്മളെ കോമ്പൗണ്ട് ആരാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലേ? അപ്പൊ KSPയും എസും തമ്മിലുള്ള റിലേഷൻ പറ. KSP = അലുമിനിയം ഒരാള്, S × OH 3 ആള്. അപ്പൊ എന്തിടും? 3s ⁻³ 3. അപ്പൊ അവിടെ എന്ത് വന്നു? 3³ 27, S3 × S 27, S4. നമ്മൾ കണ്ടുപിടിക്കേണ്ട S അല്ലേ? അപ്പൊ ഞാൻ തിരിച്ചെഴുതിയേ 27 S4 = KSP. സംശയമൊന്നുമില്ലോ. ഇനി വാല്യൂ എടുത്ത് കൊടുത്ത് ചെയ്യാം. ഓക്കെ, 27 S4 = KSPയുടെ വാല്യൂ കൊടുക്കുക. എന്താണ്? 1 × 10⁻⁻36. അവിടെ S4 = 27 താഴെ 1 × 10⁻⁻36/27. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞൂടായിരിക്കാം, ചില കുട്ടികൾക്ക് അറിയായിരിക്കും. S = ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ 4th റൂട്ട് ആയിട്ട് മാറും. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആണെന്നാലും 4th റൂട്ട്. നിങ്ങൾ 4th റൂട്ട് ഒന്നും അടിക്കേണ്ട, ഇങ്ങനെ എടുത്താൽ മതി. 1 × 10⁻⁻36/27 4 അപ്പുറത്ത് പോകുമ്പം 1/4. ഇത്രയും ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള നിങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു തരാം. ഇതിന്റെ അകത്തുള്ള ടൈം ആദ്യം കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസർ ⁻⁴ 1/4. ⁻⁴ എടുക്കുക, അറിയാലോ. ഈ സാധനം കൊടുക്കുക, 1/4 കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ഇത്രയും സാധനം ആദ്യം ചെയ്യുക, അതിന്റെ ⁻⁴ എന്ത് ചെയ്യുക? 1/4 എടുക്കുക. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ കൊടുത്തിട്ട് 4th റൂട്ട് ഇട്ട് ചെയ്യാം, അത് വേണ്ട കേട്ടോ. ഇനി ഈ 4 നമ്മളിപ്പം സ്ക്വയർ, ഇപ്പം S² = 2, S = 2 അപ്പുറത്ത് പോകും, S² = 10, S = അപ്പുറത്ത് പോകുമ്പോൾ 2 അപ്പുറത്ത് പോകുമ്പോൾ ⁻⁴ 1/2 ആവും.
ഇവിടെ 5 ആയിരുന്നെങ്കിൽ അപ്പുറത്ത് റൈസ് ടു 1/5 ആവും. മനസ്സിലായോ? കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഇങ്ങനെയായിട്ട് ചെയ്യണം കേട്ടോ. ഈ ടേം കാൽക്കുലേറ്ററിൽ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് റൈസ് ടു 1/4 എടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4.386 ഇൻറ്റു 10⁻⁻10 എന്ന് കിട്ടും കേട്ടോ. മോളാർ എന്ന് വേണം കിട്ടും കേട്ടോ. ഇതാണ് ആൻസർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കാൽക്കുലേറ്റർ അടിച്ച് തെറ്റിക്കരുത്. 1 × 10⁻36/27 ആദ്യം ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. കിട്ടുന്ന ആൻസർ റൈസ് ടു 1/4 എന്ന് അടിക്കുക കേട്ടോ. തെറ്റിക്കരുത് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം. കാരണം നേരത്തെ ക്ലിയർ നമ്മൾ സാർട്ട് ലിസ്റ്റ് ടോപ്പിക്ക് പഠിപ്പിച്ചല്ലോ, അതിൽ ഇയാളെയും കൂടെ എഴുതിച്ചേർക്കുക കേട്ടോ. നൈട്രസ് ആസിഡ്, വീക്ക് ആസിഡിന്റെ കൂടെ വീക്ക് ആസിഡിൽ HNO2 കൂടെ എഴുതി ചേർക്കുക കേട്ടോ. ഒരു ഇയറിൽ ചോദിച്ചു HNO2 എഴുതി ചേർക്കുക കേട്ടോ. HNO2 എഴുതി ചേർക്കാൻ കാരണം നിങ്ങളടുത്ത് NaNO2 ഒരു ഇയറിൽ ചോദിച്ചു കേട്ടോ. NaNO2 ഏത് സാൾട്ട് എന്ന്, അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ? NaNO2 പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എത്തണം Na എന്ന് പറഞ്ഞാൽ ആരാണ്? NaNO2 ആരൊക്കെ ചേർന്നുണ്ടാവാൻ പറ? NaOH. അപ്പൊ NO2 എന്ന് പറയുമ്പോൾ ഓടി ആരെത്തണം? HNO2 എത്തണം. നമുക്കറിയാം NaOH ആരാ? സ്ട്രോങ് ബേസ്. HNO2 ആരാണ്ടാ? വീക്ക് ആസിഡ്. അപ്പൊ അവന്റെ നേച്ചർ ഏതാണ്? ബേസിക്. ഏത് നേച്ചറാണ്? ബേസിക്. അപ്പൊ NaNO2 ഏത് സാൾട്ട് ആണ്? ബേസിക് സാൾട്ട് ആണ്. ഓക്കെ. ഈ HNO2 NaNO2 കൂടെ ഒരു ഇയറിൽ ചോദിച്ചു. അപ്പൊ HNO2 കൂടെ വീക്ക് ആസിഡിൽ എഴുതി ചേർക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ടോപ്പിക് പഠിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. കോമൺ ആൻഡ് എഫക്റ്റും കൂടെ നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു പോകണം കേട്ടോ. ഇത്രയും പഠിച്ച ഇക്വിലിബ്രിയം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോയെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി.